സിക്കിമിലെ തുരങ്കം തകർന്നു മരിച്ച കോട്ടയം പാമ്പാടി സ്വദേശി അനീഷ് മോഹന്റെ മൃതദേഹം ഇന്ന് നാട്ടിലെത്തിച്ചേക്കും. എംബാമിംഗ് നടപടികൾ പൂർത്തിയാക്കി ഇന്ന് തന്നെ മൃതദേഹം എത്തിക്കാനുള്ള ശ്രമത്തിലാണ് നോർക്ക. NHPCയിലെ സിക്കിം യൂണിറ്റിന്റെ മാനേജറായിരുന്നു അനീഷ്. അർജുൻ മട്ടന്നൂർ ചേരുന്നു കൂടുതൽ വിശദാംശങ്ങളുമായി. അർജുൻ, ഏറെ വേദനാജനകമായ ഒരു സംഭവമായിരുന്നു നടന്നത്. മൃതദേഹം നാട്ടിലെത്തിക്കും. സംസ്കാരവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ എന്തൊക്കെ ലഭിക്കുന്നു? റോഷ്നി, ഇന്ന് തന്നെ അനീഷ് മോഹന്റെ മൃതദേഹം നാട്ടിലേക്ക് എത്തിക്കുമെന്നാണ് സൂചന. ബുധനാഴ്ച രാത്രി 11 മണിയോടുകൂടിയാണ് തിരച്ചിലിനൊടുവിൽ അനീഷിന്റെ മൃതദേഹം കണ്ടെത്തിയത്. ഇക്കഴിഞ്ഞ 20-ാം തീയതിയായിരുന്നു സിക്കിമിൽ ദുരന്തം തകർന്ന് വലിയ അപകടമുണ്ടായത്. ഏതാണ്ട് 25ഓളം പേരാണ് മരിച്ചത്. വിവിധ സംസ്ഥാനക്കാരായ ആളുകളാണ് മരിച്ചത്. അപ്പോഴും അനീഷിനെ കാണാതാവുകയും അനീഷിനെ കണ്ടെത്താൻ വേണ്ടി തിരച്ചിൽ പുരോഗമിക്കുകയുമായിരുന്നു. അനീഷിന്റെ ഭാര്യ, അതോടൊപ്പം തന്നെ അനീഷിന്റെ സഹോദരൻ, സഹോദരൻ തുടങ്ങിയവർ സിക്കിമിലേക്ക് പോവുകയും ചെയ്തിരുന്നു. അതിനുശേഷമാണ് കഴിഞ്ഞ ദിവസം ഈ മൃതദേഹം കണ്ടെത്തിയത്. അദ്ദേഹം ഒരു ശാസ്ത്രജ്ഞനാണ്. അതോടൊപ്പം തന്നെ ഈ ശാസ്ത്ര ലേഖനങ്ങളൊക്കെ തന്നെ എഴുതുന്ന, അത്തരത്തിൽ വളരെ ഫേമസ് ആയ, മാത്രമല്ല യൂട്യൂബ് ചാനലിലൂടെ ശാസ്ത്ര വിവരങ്ങളൊക്കെ തന്നെ കൈമാറുന്ന ഒരാൾ കൂടിയാണ്. അദ്ദേഹം NHPCയുടെ ജീവനക്കാരനായാണ്, സീനിയർ മാനേജറായാണ് അദ്ദേഹം സിക്കിമിലേക്ക് പോയത്. അവിടെ തുരങ്കം തകർന്നുണ്ടായ അപകടത്തിലാണ് അദ്ദേഹം കൊല്ലപ്പെട്ടത്. എന്തായാലും കോട്ടയം പാമ്പാടി സ്വദേശിയാണ്. മൃതദേഹം ഇന്ന് തന്നെ നാട്ടിലേക്ക് എത്തിക്കും. അതിനുശേഷം മറ്റ് നടപടികൾ, അതായത് സംസ്കാര ചടങ്ങുകളടക്കം എപ്പോഴാണ് എന്ന കാര്യത്തിൽ തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല. എംബാമിംഗ് നടപടികളൊക്കെ പൂർത്തിയാക്കി ഇന്ന് തന്നെ മൃതദേഹം എത്തിക്കാനുള്ള ശ്രമമാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് എത്തിക്കാനുള്ള ശ്രമം നടത്തണമെന്നും കുടുംബത്തിന്റെ ആവശ്യവും ഉണ്ടായിരുന്നു. ഇത് അടക്കം പരിഗണിച്ച് വേഗത്തിൽ തന്നെ കാര്യങ്ങൾ നടക്കുമല്ലേ? തീർച്ചയായും ശ്രുതി, അത്തരത്തിൽ ബന്ധുക്കൾ തന്നെ നേരിട്ട് സിക്കിമിലേക്ക് പോവുകയും ചെയ്തിരുന്നു. സ്വാഭാവികമായും മറ്റ് നടപടിക്രമങ്ങൾ വേഗത്തിലാക്കാൻ വേണ്ടി കുടുംബം ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. വലിയ ഞെട്ടലോടുകൂടിയാണ് ഈ അപകട വാർത്ത നാട് ശ്രവിച്ചത്. പ്രത്യേകിച്ച് അദ്ദേഹം ഇത്തരത്തിൽ ശാസ്ത്രമേഖലയിൽ മികവ് തെളിയിച്ച ഒരാളാണ്. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന് 2 കുഞ്ഞുങ്ങളുണ്ട്. 8 മാസം മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞടക്കം ഉണ്ട്. അത്തരത്തിലാണ് അപ്രതീക്ഷിതമായ ഒരു വിയോഗമുണ്ടായത്. എന്തായാലും ഈ മൃതദേഹം കണ്ടെത്തി അതിനുശേഷമുള്ള നടപടിക്രമങ്ങൾ വേഗത്തിലാക്കാൻ വേണ്ടി ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി മറ്റ് സംസ്ഥാന കേന്ദ്ര സർക്കാരുകളൊക്കെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഇടപെടുകയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് തന്നെ മൃതദേഹം നാട്ടിലേക്ക് എത്തിക്കും എന്ന സൂചന പുറത്തു വരുന്നത്. എന്തായാലും ഇന്ന് തന്നെ മൃതദേഹം എത്തിക്കും. അതിനുശേഷം ഒരുപക്ഷെ ഇന്ന് തന്നെ ജന്മനാടായ പാമ്പാടിയിൽ വെച്ച സംസ്കാര ചടങ്ങുകളും നടക്കാനാണ് സാധ്യത.